اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ ബദർ രണാങ്കളത്തിൽ വീരേതിഹാസം രചിച്ച് പരിശുദ്ധമായ ദീനിനു വേണ്ടി തന്റെ ശരീരവും തന്റെ എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ മഹാരഥന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വിശ്വാസി ലക്ഷങ്ങൾ, കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ബദർ ദിനത്തിന്റെ ഓർമ്മകളെ പുതുക്കുന്ന സുന്ദരമായ ദിവസങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എമ്പാടുമുള്ള വിശ്വാസികൾ ബദരീങ്ങളുടെ അനുസ്മരണ പരിപാടികൾ നടക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. ബദറിനെ കുറിച്ച് ധാരാളം ചർച്ചകളും ചർവിത ചർച്ചകളും അതുപോലെ തന്നെ ധാരാളം പഠനങ്ങളുമെല്ലാം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ ബദറിനെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ബദറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ബദറില്ലാത്ത ഒരു ഇസ്ലാമിക ചരിത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് ബദർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ ആ ബദറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ബദർ രണാങ്കളത്തിൽ ഉണ്ടായത്, ആ യുദ്ധത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, വിശാലമായി ദിവസങ്ങളോളം വയല് പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ സമയപരിധിയുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ബദറിന്റെ ചരിത്രത്തെ നമുക്ക് പറയണം. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുബദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിനെ വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷഫിയുള്ള കാവല് വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാം നബിക്കു നബിയാർക്കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുബദിൽ മാറടാ വെള്ളൽ നബി മഹമൂദർ ഹൗലിനെ വെള്ളം കുടിക്കുന്നോനാരടാ അംബർ ഷഫിയുള്ള കാവല് വെച്ച്
കുറിച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാം നബി യാർക്കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് വലിക്കോടെ വെള്ളം കൂടിച്ചാട്ടെ തുമ്പിക്ക് മാമാങ്കം പൊട്ടിയുളമട്ടെ ഉറിയ വാക്കിനെ കേട്ട് വേളിപ്പെട്ട് സംസാരിക മസാരി ഗപമഗാരി റിംബാരി മഗാരിക താകും താക ദിം 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 ഗണചങ്കങ്കുള അങ്കറുകളും താളം തരികീട ജനുതാഗതിമകളും കൊണ്ടാനേ ഒമ്പുറ്റ ഹംസാറ റളിയല്ല ചാടി തെമ്പിയ സിവതിൽ മാറടാ വെള്ളൽ നബി മഹമൂദ് റളിയന്ന് വെള്ളം കുടിക്കുന്നു നാരടാ. പാട്ട് ഇൻഷാ അല്ലാഹ് വരുന്നേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ വെറുതെ ഒരു പാട്ട് പാടിയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബദർ ചരിത്രം പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ബദർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശമാണ്. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇസ്ലാം യുദ്ധത്തിന് ഉള്ള ഒരു മതവും അല്ല. യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പക്ഷേ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വേണ്ടി വരികയാണ്. ചരിത്രം പറയാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ട്. പരിശുദ്ധമായ മക്കയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുമെല്ലാം അനുഭവിച്ച വേദനകള്, പ്രയാസങ്ങൾ, അത് വലിയ വേദനയാണ്, വലിയ ദുഃഖമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ്. അള്ളാഹുവിന്റെ ഹബീബായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തും അവരനുഭവിച്ച വേദനകൾക്ക് കയ്യും കണക്കുമുണ്ടോ? മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ആ ഉമ്മയെ പറയാതെ ബദറിലേക്ക് കടക്കാൻ കഴിയുമോ? മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, ഓ എന്റെ മദനീയം കുടുംബങ്ങളെ, യാതൊരു അല്ലലും അലട്ടലുകളും ഇല്ലാതെ ശുദ്ധ റമളാനിൽ നോമ്പ് നോറ്റിട്ട് മദനീയത്തിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്കെന്ത് പ്രശ്നമാണ് ഉള്ളത്, എനിക്ക് എന്ത് വേദനയാണ് ഉള്ളത്, എനിക്ക് എന്ത് പ്രശ്നമാണ്, പ്രയാസങ്ങളാണ് ഉള്ളത്. എന്നാൽ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ദീൻ അത് വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അനുഭവിക്കേണ്ടി വന്ന വേദന, അവ്വലു ഷഹീദൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ് ആരാണ്? സയ്യിദത്തുനാ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയല്ലേ. മഹദിയവറുകളോട് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അബൂജഹലും കൂട്ടരും. പക്ഷേ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ
അല്ലാഹുവിന്റെ ദീനെ ഒഴിവാക്കാൻ തയ്യാറായില്ല. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 4 മൃഗങ്ങൾക്ക് മുകളിൽ ഒരു കൈ ഒരു കുതിരയുടെ മുകളിൽ കെട്ടിയിടുന്നു. ഒരു കൈയതാ വേറൊരു കുതിരയുടെ മുകളിൽ കെട്ടിയിടുകയാണ്. ഒരു കാലതാ ഒരു കുതിരയുടെ മുകളിൽ കെട്ടിയിടുകയാണ്. വേറൊരു കാലതാ വേറൊരു കുതിരയുടെ മുകളിൽ കെട്ടിയിടുന്നു. 4 കുതിരകൾക്ക് മുകളിൽ 4 ശരീര അവയവങ്ങൾ കെട്ടിയിട്ടതിന്റെ ശേഷം സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, പെണ്ണേ, അതേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറാൻ നീ തയ്യാറാണോ? സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഇല്ല ഇല്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്. പറുദീസകൾ തരാമെന്ന് പറഞ്ഞാലും, ലോകം തന്നെ കീഴ്പ്പെടുത്തി തരാമെന്ന് പറഞ്ഞാലും, അതേ വലിയ പറുദീസകൾ ഒരുക്കി തരാമെന്ന് പറഞ്ഞാലും, ഇല്ല ഇല്ല, ഈ പരിശുദ്ധമായ മതത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കം പോലും പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല എന്നതാ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ചപ്പോ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ ആ ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് ചൂടാക്കിയപ്പോ ചുവന്നു വരൂലേ? ഇരുമ്പ് ചൂടാക്കിയാൽ ആ ഇരുമ്പിന്റെ കളർ ചുവന്ന കളറാവുകയില്ലേ? അങ്ങനെയുള്ള ഇരുമ്പെടുത്തിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്തുവാരത്തിലേക്ക് അടിച്ചു കയറ്റിയില്ലേ? മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ആ വേദനകളെല്ലാം സഹിക്കുമ്പോഴും അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ചുണ്ടിലൂടെ വരുന്ന ശബ്ദം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തയ്ച്ച ത്യാഗങ്ങളെ അല്ലാഹുവേ, നമ്മുടെ മദനിയും കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും നാളെ സ്വർഗത്തിലെത്തിയിട്ട് ആ സുമയ്യ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈപിടിച്ച് ചുംബിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം നൽകണേ റഹ്മാനേ, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ റമളാൻ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ റമളാൻ സ്വീകരിക്കട്ടെ. അവരുടെ മദതും അവരുടെ പൊരുത്തവും യാ അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഒരു സുമയ്യ ബീവി അല്ല. ചരിത്രത്തിൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ധാരാളം മഹദിമാർ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയും ഉപ്പയും യാസിർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അവരുടെ ഉമ്മയും എല്ലാവരും വേദനകളും പ്രയാസങ്ങളും വലിയ റൂമിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ആ റൂമിന്റെ അകത്തളങ്ങളിൽ അവരെ ആക്കിയതിന്റെ ശേഷം
റൂമിന്റെ എല്ലാ ദ്വാരങ്ങളും അടച്ചു കളഞ്ഞ് ആ റൂമിന്റെ അകത്തിലേക്ക് പുക കയറ്റി വിടുകയാണ്. പുക ഇങ്ങനെ അടച്ചിട്ട റൂമിലേക്ക് പുക വന്നു കഴിഞ്ഞാൽ ശ്വാസം കിട്ടി മരിക്കൂലേ? ശ്വാസം കിട്ടാതെ മരിക്കൂലേ? സുബ്ഹാനല്ലാഹ്. ശ്വാസം മുട്ടി അവർ മരണപ്പെടുകയാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എന്തൊക്കെ ഉപദ്രവങ്ങളാണ്, ഇങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളാണ്. അതിന്റെ ബാബുകൾ തുറന്നാൽ ദിവസങ്ങളോളം വഅദ് പറയാനുള്ള വിഷയമാണ്. അത്രമാത്രം വേദനകളും പ്രയാസങ്ങളും അവര് സഹിച്ചിട്ടില്ലേ? അല്ലാ, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ആ വേദനകളും ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളും സഹിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അതേ ഹബീബായ തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, പ്രതികരിച്ചില്ലല്ലോ. എത്ര വലിയ നേതാവാണ് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഗത്യന്തരമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മദീനയിൽ എത്തിയതിന്റെ ശേഷമാണല്ലോ ബദർ എന്ന് പറയുന്ന യുദ്ധമുണ്ടാകുന്നത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, അതേ അല്ലാഹുവിന്റെ ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, യുദ്ധത്തിന് സമ്മതം തരണം നബിയേ. ഹബീബായ തങ്ങളോട് യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന് സമ്മതം കൊടുത്തില്ല. 72ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെ വിലക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾക്ക് ആയത്തുകൾ ഇറക്കുകയുണ്ടായി. ഒരു പെട്ടെന്ന് അങ്ങ് യുദ്ധം ചെയ്തതല്ല. നമ്മൾ നന്നായി ചരിത്രം പഠിക്കണം. അങ്ങ് ആഗ്രഹമുണ്ടാകുമ്പോഴേക്ക് അങ്ങ് ചെയ്തു കൂട്ടിയതല്ല, ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യന്റെ ജീവന് നിലനിൽപ്പിന് ഒരു വിഘാതമുണ്ടായാൽ ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം എന്ന് പറയാതെ ബദർ ഒരു സമരമാണ്, ഒരു ചെറുത്തുനിൽപ്പാണ്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ ഒരു സമരമാണ് ബദർ. അല്ലാതെ വാളുകൊണ്ട് ഏറ്റുമുട്ടിയ ഒരു യുദ്ധമായി ബദറിനെ നമ്മൾ കാണേണ്ടതില്ല. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം ഭീകരവാദത്തിന്റെ മതം അല്ല. നമ്മുടെ നാട്ടില്, കേരളത്തില് നമുക്ക് ജീവിക്കാനുള്ള അവകാശം ആരെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുക. ഈ കേരളത്തിലെ ജനങ്ങള് ആ നിഷേധിക്കപ്പെട്ടവരോട് സമരം ചെയ്യൂലേ? എന്നതുപോലെ മക്കയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, മദീനയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്ന ഒരു ഘട്ടം വരുമ്പോ സ്വാഭാവികമായും സമരം വേണ്ടി വരും. അതാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, സമ്മതം തരണം യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂൽ സമ്മതം കൊടുത്തില്ല. അപ്പോഴാണ് ഖുർആൻ അവതരിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ ഇന്നല്ലാഹ
അലാ നസ്രിഹിം ലഖദീർ. ഓ നബിയേ, പീഡിതരായ ഒരു വർഗത്തിനെ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ, ഒരു വിഭാഗത്തിനെ, അതേ നബിയെ, തങ്ങളുടെ അനുയായികൾക്ക് തങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം ഞാൻ തരുകയാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. എന്തുകൊണ്ടാണ് സമ്മതം തരുന്നത്? ബിഅന്നഹും ളുലിമൂ. ഖുർആനിന്റെ വാചകങ്ങളെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ബിഅന്നഹും ളുലിമൂ, അവർ ആക്രമിക്കപ്പെട്ടവരാണ്, അവർ പീഡിത വർഗമാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ സമ്മതം കൊടുത്തിരിക്കുന്നു എന്ന ആയത്ത് അങ്ങ് ഇറങ്ങിയപ്പോ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അതേ, പീഡിതരായ ജനങ്ങളെ, പീഡിത വർഗങ്ങളെ, അവരെ സഹായിക്കാൻ അല്ലാഹു തയ്യാറാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് സ്വഹാബത്തിനെ വിളിച്ചു. യാ സ്വഹാബാ, നിങ്ങൾ അറിയുമോ, യുദ്ധം ചെയ്യാനുള്ള സമ്മതം അല്ലാഹ് തന്നിരിക്കുന്നു. യുദ്ധം ചെയ്യാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട് സ്വഹാബത്തെ. അല്ലാഹ് ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അന്നത്തെ ദിവസം മദീനയിൽ ഒരു പെരുന്നാൾ പോലെയാണ്. കയൗമി ഈദിൻ, ഒരു പെരുന്നാൾ പോലെ. സ്വഹാബത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം അതേ, എത്ര കാലമായി ആക്രമിക്കുന്നു, വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. അവരെ ചെറുത്തു നിൽക്കാനുള്ള സമ്മതം കിട്ടിയല്ലോ, സന്തോഷം തന്നെ. അങ്ങനെയാണ് ബദർ യുദ്ധത്തിന്റെ, ബദർ എന്ന് പറയുന്ന സമരത്തിലേക്ക് അതാ ആ വാതിലുകൾ തുറക്കപ്പെടുന്നത്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന മക്കയിലെ വലിയ പ്രമാണിയും വലിയ കച്ചവടക്കാരനുമായ അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് കച്ചവട മുതലുമായി അതേ മക്കയിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരം ലഭിക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മക്കയിലെ ശത്രുക്കളുടെ ഉപരോധം മൂലം മദീനയിലെ സ്വഹാബത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായി. അപ്പൊ സ്വാഭാവികമായും ഷാമിൽ നിന്ന് ടൺ കണക്കിന് കച്ചവട സമ്പത്തുമായി ബദർ വഴി മക്കയിലേക്ക് പോകുന്നുണ്ട് അബൂ സുഫിയാനും സംഘവും. കുറഞ്ഞ സാധനമൊന്നല്ല, ഒരുപാട് സാധനം. മക്കയിലെ മുഴുവൻ ജനങ്ങൾക്കും തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സംഘം പോകുന്നത് ബദർ വഴിയാണ് എന്ന് അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ ഒരുങ്ങിക്കോ, അവരെ തടയണം, അവരെ പിടികൂടണം. അവരുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് കൂടി അധിക അവകാശപ്പെട്ട സമ്പത്താണ്. കാരണം മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങൾ അവരുടെ സമ്പത്തുകളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നപ്പോ ആ മക്കയിലെ സമ്പത്ത് കൊണ്ട് കച്ചവടമുണ്ടാക്കുകയാണ് അബൂ സുഫിയാനും സംഘവും. അതുകൊണ്ട് തന്നെ മക്കയിലെ സ്വത്ത് പാവപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്വത്താണ്. ആ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കച്ചവടത്തിന് പോയത്. ആ കച്ചവട മുതലേ അത് സ്വഹാബത്തിന് അവകാശപ്പെട്ടതാണ്.
അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ പിടികൂടണം. സ്വഹാബത്തും ഹബീബായ തങ്ങളും അതാ ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറായപ്പോ ഈ വിവരം അറിയുകയാണ് അബൂ സുഫിയാൻ. വിവരമറിഞ്ഞു. വഴിയിൽ വെച്ച് ഈ സംഘത്തെ മുഹമ്മദ് നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരും കൂട്ടരും തടയുമെന്ന ഒരു പേടിയെത്തിയപ്പോ, ബദറിന്റെ സമീപത്തെത്തിയപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്തു എന്നറിയുമോ? അതാ ഭയം പിടികൂടുകയാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് ചെയ്യുക എന്ന് അബൂ സുഫിയാന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. മജ്ദി ഇബ്നു അംറുൽ ജുഹനി എന്ന് പറയുന്ന ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അബൂ സുഫിയാൻ. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, അല്ല, നിങ്ങള് ഇങ്ങോട്ട് പോരുന്ന വഴിയില് വല്ല അപരിചിതനായ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടോ? ആരെങ്കിലും നിങ്ങൾ കണ്ടോ? അയാൾ പറഞ്ഞേ ഇല്ല, അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല. രണ്ടാളുകള് അവര് ആ ബദറിന്റെ അടുത്തുള്ള തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പോ അബൂ സുഫിയാൻ ഒന്നുകൂടി പേടി കൂടി. അബൂ സുഫിയാൻ എന്ത് ചെയ്തു എന്നറിയോ? നല്ല തന്ത്രശാലിയും നല്ല ബുദ്ധിയുള്ള ആളാണ് അബൂ സുഫിയാൻ, ചില്ലറക്കാരനൊന്നും അല്ല. അയാൾ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ കാൽപ്പാടുകളുണ്ടോ? ഇപ്പൊ നോക്കുമ്പോ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ ഇങ്ങനെ കാണാൻ. കുറെ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോ ഒട്ടകം കാഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാഷ്ടത്തിന്റെ ഇടയിൽ അബൂ സുഫിയാന് ഇങ്ങനെ പരതാണ്, ഇങ്ങനെ കാഷ്ടം ഇങ്ങനെ നീക്കി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് കാഷ്ടത്തിന്റെ ഇടയിൽ നിന്ന് 2 ഈത്തപ്പഴത്തിന്റെ കുരു കിട്ടി അബൂ സുഫിയാൻ. സുബ്ഹാനല്ലാഹ്. അബൂ സുഫിയാൻ നോക്കുകയാണ്, ഈ കുരു ഇത് എവിടുത്തെ കുരുവാണ്? പരിശോധിച്ചു നോക്കി. അങ്ങനെയാണ്, അവർക്കൊക്കെ നല്ല അറിവുണ്ടാവും. ഈത്തപ്പഴം കഴിക്കൽ മാത്രമല്ല, നമ്മളെ ഈത്തപ്പഴം കഴിക്കല. അവര് കുരു നോക്കിയിട്ട് പറയും ഏത് ഈത്തപ്പഴാണ്, ഏത് നാട്ടിലെ ഈത്തപ്പഴാണെന്ന് അവർക്ക് പറയാൻ കഴിയും, അവർക്ക് അറിയും. ചില ഈത്തപ്പഴങ്ങൾ കണ്ടാൽ നമുക്കറിയും ഇത് ഏത് ഈത്തപ്പഴാണ്, ഏത് ഈത്തപ്പഴത്തിന്റെ കുരുവാണ് എന്നൊക്കെ, അല്ലെ? അജുവ ഈത്തപ്പഴത്തിന്റെ കുരു കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും, അതിന്റെ വലിപ്പവും അതിന്റെ രൂപവും ഒക്കെ കാണുമ്പോ. ഏതായിരുന്നാലും അബൂ സുഫിയാൻ ഇങ്ങനെ നോക്കുകയാണ്. ഈ ഒട്ടകത്തിന്റെ കാഷ്ടത്തിന്റെ ഇടയിൽ പരതി നോക്കുമ്പോ 2 ഈത്തപ്പഴത്തിന്റെ കുരു കിട്ടി. അപ്പൊ നോക്കുകയാണ്, ഈ കുരു എവിടുത്തെ കുരുവാണ്? പരിശോധിച്ചു നോക്കിയപ്പോ അബൂ സുഫിയാന് മനസ്സിലായി ഇത് മദീനത്തെ കുരുവാണ്. ആഹാ, ഇത് മദീനത്തെ ഈത്തപ്പഴത്തിന്റെ കുരുവാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ ഇവിടൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല, തിരിച്ചു പോകണം. അങ്ങനെയാണ് അബൂ സുഫിയാന് വഴിതിരിച്ചു വിടുകയാണ്. യാത്രാ സംഘം വഴിതിരിച്ചു വിടുകയാണ്. ബദർ വഴി വരുന്നത് ഒഴിവാക്കി യാത്രാ സംഘത്തെ തിരിച്ചു വിടുന്നു അബൂ സുഫിയാൻ. സുബ്ഹാനല്ലാഹ്. അബൂ സുഫിയാൻ വേഗം വിളിച്ചു. ആരെ വിളിച്ചു എന്നറിയോ? ലംലമിനെ വിളിച്ചു. ലംലബിന് അംറുൽ ഗിഫാരിയെ വിളിക്കുകയാണ്. മോനെ ലംലമേ. അയാൾ വലിയ ആളാണ്, അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളാണ്. അയാളെ വിളിക്കുകയാണ്, പോകണം, എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം. എന്നിട്ട് മക്കയിലെ ജനങ്ങളോട് പറയണം, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വഴിയിലുണ്ട്. അബൂ സുഫിയാനെയും സംഘത്തെയും നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ
സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ എല്ലാ സമ്പത്തുകളും അത് നഷ്ടപ്പെട്ടു പോകും. 20 മിസ്കാൽ സ്വർണം അബൂ സുഫിയാൻ ഈ ലംലമിന് പ്രതിഫലമായി നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ലംലം എന്ത് ചെയ്തെന്നറിയോ? മക്കയിലേക്ക് ചെന്നിട്ട് ഒട്ടകത്തിന്റെ മുറിവേൽപ്പിച്ചു. അങ്ങനെയാണ് ആളുകളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. മക്കയിലേക്ക് ചെന്നിട്ട് ഒട്ടകത്തിന് മുറിവേൽപ്പിച്ചു. ഒട്ടകക്കട്ടില് തലതിരിച്ചിട്ട്, ഒട്ടകത്തിന്റെ മുകളിൽ കട്ടിലുണ്ടാവും, ആ കട്ടിൽ തലതിരിച്ചിട്ട്, അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ മുൻഭാഗങ്ങളൊക്കെ കീറി. അതുപോലെ അബൂ സുഫിയാന്റെ കൽപ്പന പ്രകാരമായിരുന്നു ലംലം അങ്ങനെയൊക്കെ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മക്കയിലെ താഴ്വരയിൽ വെച്ച് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, മക്ക നിവാസികളെ, മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അബൂ സുഫിയാനെ നേരിടാൻ പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കോളി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറപ്പെടണോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറപ്പെട്ടില്ലെങ്കിൽ അബൂ സുഫിയാനെയും സംഘത്തെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും പിടികൂടും. അതുകൊണ്ട് നന്നായി ഉണ്ണണോ, നന്നായി ഭക്ഷിക്കണോ, നന്നായി ജീവിക്കണോ, നിങ്ങളെ എത്രയും പെട്ടെന്ന് ബദറിലേക്ക് പുറപ്പെടണം. ഇതാണ് ഇയാൾ വന്ന് മക്കയിലെ നിവാസികളോട് പറയണേ. അപ്പോഴേക്ക് മക്കയിൽ വേറൊരു സംഭവം ഉണ്ടായി. എന്താണ് ആ സംഭവം? ആത്തിക്ക എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ ആ ആത്തിക്ക എന്ന് പറയുന്ന മക്കയിലെ ഒരു സഹോദരി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരി, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ആത്തിക്ക എന്ന് പറയുന്നവർ സുബ്ഹാനല്ലാഹ് ഒരു സ്വപ്നം കാണുകയാണ്. ആ വന്ന ആള് എന്ത് ചെയ്തു എന്നറിയോ? അയാളതാ മലമുകളിൽ നിന്ന് ഒരു വലിയ പാറക്കഷ്ണം എടുത്തിട്ട് താഴേക്ക് ഇടുകയാണ്. ആ പാറക്കഷ്ണം പൊട്ടിച്ചിതറുകയാണ്. എന്നിട്ട് ഓരോ പാറക്കഷ്ണത്തിന്റെ ഓരോ കഷ്ണങ്ങളും ഓരോ വീട്ടിന്റെ മുകളിലും വന്ന് പതിക്കുന്നു. ആത്തിക്ക ബീവി കണ്ട സ്വപ്നമാണ്. മലയുടെ മുകളിൽ നിന്ന് ഒരാള് വലിയൊരു കല്ലെടുത്തിട്ട് താഴേക്കിടുകയാണ്. ആ കല്ല് ചിന്നിച്ചിതറിയിട്ട് ഒരുപാട് വീടുകൾക്ക് മുകളിൽ, മക്കയിലെ വീടുകൾക്ക് മുകളിൽ ആ കല്ലിന്റെ കഷ്ണങ്ങൾ പതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വിവരം അഥവാ മക്കയിലെ ജനങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്ത്, ആപത്ത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിന്റെ ഫറോവയാണ് അബൂജഹൽ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നബിമാർക്കും ഓരോ ഫറോവമാരുണ്ടാകും. എന്റെ ഫറോവ അത് അബൂജഹലാണ്. അത്രയും വലിയ ധിക്കാരിയും തോന്നിവാസിയുമായ മനുഷ്യൻ. അല്ലാഹ്, അവനോട് വലിയ വെറുപ്പ് വേണം, അവനോട് വലിയ വൈരാഗ്യം വേണം കൽബിന്റെ ഉള്ളിൽ. ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അബൂജഹല് വിവരം കെട്ടവനാണ്. 5 പൈസന്റെ വിവരമില്ല. ഈ റിങ്ങിന് അങ്ങ് തീ കൊടുത്താണ്. അതിനെ ചങ്ക് കഴുത്തൊക്കെ കരിഞ്ഞുപോയി. അപ്പോഴാ മനസ്സിലാക്കുന്ന, ഓ ഇരുമ്പല്ലേ, ഒക്കെ തീ കൊടുക്കാൻ പാടില്ലല്ലോ. പക്ഷെ അവർക്ക് വലിയ ബഹുമാനാണ്. കാരണം അവർക്കിടയില് അവര് വലിയ ആദരവോടുകൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് അബൂജഹൽ, അവരുടെ നേതാവാണ്. അങ്ങനെയാണല്ലോ, വിവരം കെട്ടവർക്ക് വിവരം കെട്ട ആള് നേതാവായി ഉണ്ടാവും.
ഏതായിരുന്നാലും സുബ്ഹാനല്ലാഹ്, അബൂജഹലിനോട് ചെന്ന് പറഞ്ഞപ്പോ അബൂജഹൽ പറയാണ്, ആത്തിക്കയുടെ സ്വപ്ന ആ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല, ആക്കെ ഒരു സ്വപ്നം കണ്ടതാ, അതിലെന്തിരിക്കണ്, അങ്ങനെയൊന്നും ഉണ്ടാവൂല. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുന്ന അവസരത്തിലാണ് അബൂജഹലും കൂട്ടരും ചർച്ച നടക്കുന്നത് കേൾക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്, അബൂജഹൽ എന്ത് ചെയ്യുകയാണ്? ഈ വിവരം അങ്ങ് കിട്ടിയപ്പോ അതേ അബൂജഹലദാ ഉടനെ എന്ത് ചെയ്തു എന്നറിയോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ തവാഫ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം, എത്രയും പെട്ടെന്ന് തവാഫ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. സുബ്ഹാനല്ലാഹ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അബൂജഹലിന്റെ അടുക്കലേക്ക് ചെന്ന്, അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ പുത്ര, ഓ അബൂ സുഫിയാനെ, ഓ അബ്ബാസേ, എന്താണ് നിങ്ങൾക്കിടയില് ഒരു പെണ്ണ് പ്രവാചകൻ വന്നോ? അങ്ങനെയാ ചോദിച്ചേ. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിന്നാണല്ലോ മുത്തു റസൂലുള്ള വന്നത്. ആ മുത്തു റസൂലുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമായ ഖുറൈശി കുടുംബത്തിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ഇപ്പൊ എന്താണ്, ഒരു സ്വപ്നം കണ്ടത് ആരാണ്? ആത്തിക്ക എന്ന് പറയുന്ന സഹോദരിയ. അപ്പൊ ഈ അബൂജഹൽ കളിയാക്കാണ്, അല്ല അബ്ബാസേ, അബ്ദുൽ മുത്തലിബിന്റെ പുത്ര, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണായ ഒരു പ്രവാചകയും വന്നോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നിങ്ങൾ ചോദിച്ചത്? അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, നിങ്ങളുടെ സഹോദരിയായ ആത്തിക്ക ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നും അറിയാത്ത പോലെ, എന്താണ് അവര് കണ്ടത്? എന്താണ്? അപ്പൊ ഈ അബൂജഹൽ പറയാണ്, നിങ്ങൾ അറിയൂലേ, പുരുഷന്മാര് പ്രവാചകന്മാരായി വാദിക്കുന്നത് പോലെ സ്ത്രീകളും പ്രവാചകന്മാരായി വാദിക്കാൻ തുടങ്ങിയോ? സുബ്ഹാനല്ലാഹ്, സംഭവ ബഹുലമായ ചരിത്രങ്ങളാണ്. പക്ഷേ അബൂജഹലിനെ പേടി കുടുങ്ങിപ്പോയി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സ്വയം ഒന്ന് ശപിച്ചുപോയി. ആത്തിക്ക കണ്ട സ്വപ്നം ഒന്ന് പുലർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, അബൂജഹല് കൂട്ടരും വല്ലാത്ത പേടിയിലാണ്, വല്ലാത്ത ഭയത്തിലാണ്. ഇനി എന്താണ്, എന്തോ ഒരു അപകട സൂചന നമുക്ക് വരാനുണ്ടല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? സുബ്ഹാനല്ലാഹ്, ആ ഭയത്തിൽ ഇങ്ങനെ കഴിയുമ്പോഴാണ് ഓ മുഅ്മിനീങ്ങളെ ലംലം വിളിച്ചു വന്ന് പറയുന്നത്. ചരിത്രത്തില് നിങ്ങൾ നോക്ക്, ഈ ഭയത്തിൽ ഇങ്ങനെ കഴിയാണ്. ആത്തിക്ക കണ്ട സ്വപ്നത്തില് ആ സ്വപ്നം ശരിയാകുമോ ഇല്ലയോ, എന്താണ് വരാൻ പോകുന്നത്, എന്തോ ഒരു പേടി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലംലം വന്നിട്ട് പറയണത്, അബൂ സുഫിയാനും സംഘവും അതേ മക്ക ബദറിൽ മുസ്ലിമീങ്ങളെ അവരെ പിടികൂടാൻ വേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, പറയട്ടെ,
എങ്ങനെയതാ ആ സംഗമത ബദറിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ചുരുക്കി പറയാൻ നീട്ടി പറയുന്നില്ല, ധാരാളം കാര്യങ്ങളെ അവിടെ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അക്കൂട്ടത്തിലാണ് ഉത്തുബത്ത് എന്ന് പറയുന്ന ആളുള്ളത്. ഉത്തുബത്ത് പറഞ്ഞു, ഏയ് ഞാൻ വരൂല, ബദറിലേക്ക് എനിക്ക് വരാൻ കഴിയൂല, ഞാൻ ഒരിക്കലും വരൂല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തില് അതുപോലെ തന്നെ അബൂലഹബുണ്ട്. അബൂലഹബിനും അതേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വല്ലാത്ത പേടിയാണ്. അബൂജഹലിന്റെ ഉറ്റ കൂട്ടുകാരനാണ് അബൂലഹബ്. മക്കയിലെ ശത്രുക്കളുടെ വലിയ നേതാവാണ്. ഭാര്യ പറഞ്ഞു, ഏ അബൂലഹബേ, നിങ്ങൾ പോവണ്ടട്ടോ, നിങ്ങൾ പോയാൽ നിങ്ങൾ ചത്തുപോകും, അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഈ മക്കയിൽ തന്നെ നിന്നോ. കാരണം അബൂലഹബിന് അറിയാം, മക്കയിൽ നിന്ന് ബദറിലേക്ക് പോയാൽ മരണപ്പെടുമെന്ന് അബൂലഹബിന് അറിയാം. കാരണം എന്തേ? അതേ, അബൂലഹബിന്റെ രണ്ട് മക്കൾക്കാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെയും റുഖിയ ബീവി, അതേ റുഖിയ ബീവി സൈനബ ബീവിയെയും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത് ഈ അബൂലഹബിന്റെ രണ്ട് മക്കൾക്കായിരുന്നുവല്ലോ. അതിൽ ഒരു മകനോട് രണ്ട് മക്കളോടും അബൂലഹബ് പറഞ്ഞു, ഇസ്ലാമിക പ്രജനനത്തിന്റെ സമയത്ത് വേണ്ട വേണ്ട, നിങ്ങൾ മക്കളെ മുഹമ്മദിന്റെ മക്കളെ ഭാര്യമാരായി നിങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റൂല, നിങ്ങൾ ഒഴിവാക്കിക്കളയണോ. അതിൽ രണ്ട് മക്കളിൽ ഒരു മകനെ രണ്ട് മക്കളും ഹബീബായ തങ്ങളുടെ മക്കളെ വിവാഹമോചനം നൽകാൻ വേണ്ടി തയ്യാറായെങ്കിലും അതിൽ ഒരു മകൻ ഹബീബായ തങ്ങളുടെ ശരീരത്തെ വസ്ത്രം കയറ്റി പിടിച്ചുകൊണ്ടാണ് തന്റെ മകൾ ഹബീബായ തങ്ങളെ മകളെ ത്വലാഖ് ചൊല്ലിയത്. രണ്ട് മക്കളിൽ ഒരാള് മാന്യമായി നിങ്ങളുടെ മകളെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞ് മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു. അബൂലഹബിന്റെ മറ്റേ മകൻ പറഞ്ഞു, ഹബീബായ തങ്ങളോട് ഒന്ന് മോശമായി പെരുമാറി, ഹബീബായ തങ്ങളുടെ വസ്ത്രം പിടിച്ചു കീറി. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആ തന്റെ അബൂലഹബിന്റെ മകനെതിരിൽ ദുആ ചെയ്തു. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? നിന്നെ ഒരു പിടിമൃഗത്തെ കൊണ്ട് അല്ലാഹു നിന്നെ നശിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇത് അബൂലഹബിന് നന്നായി അറിയാം. അവരതാ ഒരു യാത്രാ സംഘത്തില് യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരു നാട്ടിലെത്തിയപ്പോ അബൂലഹബ് ആ നാട്ടിലെ ആളോട് പറയാണ്, ഭരണാധികാരിയോട് പറയാണ്, എന്റെ മകൻ, അതേ എന്റെ മകനെ മൃഗങ്ങളാൽ പിച്ചി ചീന്തപ്പെടുമെന്ന് മുഹമ്മദ് നബി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മകനിക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണം കൊടുക്കണേ. അങ്ങനെ മകനിക്ക് ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും താഴെ കിടന്നപ്പോ അബൂലഹബിന്റെ ഈ മകനെ അബൂലഹബ് അരിച്ചാക്കുകൾ കൂട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ മകനെ കിടത്തിയിരുന്നത്. സുബ്ഹാനല്ലാഹ്. രാത്രിയായപ്പോ അതാ ഒരു സിംഹം വരികയാണ്. ധാരാളം വന്യമൃഗങ്ങളുള്ള ഒരു നാടായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്. ഈ സിംഹം വന്നിട്ട് താഴെ കിടക്കുന്ന ഓരോരുത്തരെയും ഇങ്ങനെ മണപ്പിച്ചു നോക്കുകയാണ്. ഓരോരുത്തരെയും
ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് അവസാനം അരിച്ചാക്കിന്റെ മുകളിലേക്ക് കയറി. അവിടെ അതാ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ അബൂലഹബിന്റെ മകൻ കിടക്കുകയാണ്. ഈ സിംഹം നേരെ ചെന്നിട്ട് ആ അബൂലഹബിന്റെ മകന്റെ കഴുത്തിന് അതേ പിടിച്ച് അവനെ കൊന്നുകളഞ്ഞു. അവന്റെ ശരീരവും വസ്ത്രവുമെല്ലാം പിച്ചി ചീന്തിക്കളഞ്ഞു ഈ സിംഹം വന്നിട്ട്. സുബ്ഹാനല്ലാഹ്, അബൂലഹബ് ഇത് കണ്ടതാണ്. അബൂലഹബിന് അറിയാം മുഹമ്മദ് നബിയോട് കളിക്കാൻ പാടില്ല. എന്റെ മകനിക്കുണ്ടായ ദുരനുഭവം അത് കണ്ണുകൊണ്ട് കണ്ടവനാണ് അബൂലഹബ്. അതുകൊണ്ടില്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ വരൂല, ബദറിലേക്ക് ഞാൻ വരൂല. അബൂജഹൽ പറഞ്ഞു, അബൂലഹബേ, എന്ത് വർത്തമാനമാണ് നീ പറയുന്നത്? എല്ലാവരും മക്കയിൽ നിന്ന് ബദറിലേക്ക് പോകുമ്പോ നീ ഇവിടെ നിൽക്കുകയാണോ? അവസാനം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ അബൂലഹബിന് ഗത്യന്തരമില്ലാതെ ഈ യുദ്ധസംഘത്തിന്റെ കൂടെ പുറപ്പെടേണ്ടി വരികയാണ്. സുബ്ഹാനല്ലാഹ്. അബൂലഹബിനോട് പറഞ്ഞു, അബൂലഹബേ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. 4000 ദിർഹം പ്രതിഫലമായി നിനക്ക് ഞാൻ തരാം. ഒരു പകരക്കാരനൊക്കെ നിശ്ചയിച്ചു നോക്കി അബൂലഹബ്. അബൂജഹൽ വിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അബൂലഹബിനെ വിട്ടില്ല അബൂജഹല്. എന്തായാലും വരണം, പകരക്കാരനൊന്നും പറ്റൂല, നീ എന്നെ വരണോ? അവസാനം പേടിയോടുകൂടെയാണ് അബൂലഹബ് മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്നത്. അതുപോലെ വേറൊരാളും യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പേടിച്ചു നിന്നിരുന്നു മക്കയില്. അയാളുടെ പേരാണ് ഉമയ്യത്ത് ബിൻ ഖൽഫ്. മക്കയിലെ ശത്രുക്കളുടെ വലിയ നേതാവാണ്. അയാളും പറഞ്ഞു, ഞാൻ വരൂല മക്കയിൽ ബദറിലേക്ക്, എനിക്ക് പേടിയാണ്. എന്തേ പേടി? എന്തേ? പോയാൽ വധിക്കപ്പെടുമെന്ന് ഉമയ്യത്തിന് നന്നായി അറിയാം. കാരണം എന്തെന്നറിയോ? ഉമയ്യത്തിന്റെ ഒരു കൂട്ടുകാരനാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങളും ശത്രുക്കളുമൊക്കെ ശക്തമായ ശത്രുതയിലാണെങ്കിലും അവരിൽ ചില ആളുകൾ പരസ്പരം അങ്ങോട്ട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഉമയ്യത്ത് കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്കും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് മദീനയിലെത്തിയാൽ താമസിക്കുന്നത് ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി വന്നാൽ താമസിക്കുന്നത് ഈ ഉമയ്യത്ത് ബിൻ ഖൽഫിന്റെ വീട്ടിലാണ്. കാരണം അവർ നല്ല ബന്ധാണ്. അങ്ങനെയാണ് ചിലർ, അങ്ങനെ ഉണ്ടാവും. ശത്രുതകളൊക്കെ ഉണ്ടെങ്കിലും നല്ല കൂട്ടുകാരായിരിക്കും ചിലര്. ഇവർ നല്ല കൂട്ടുകാരാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഉമയ്യത്ത് എന്ത് ചെയ്തു എന്നറിയോ? അതേ ഉംറയ്ക്ക് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മക്കയിലേക്ക് എത്തി. അങ്ങനെ മക്കയിലേക്ക് എത്തിയ സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കൂടെ ഒരു രാത്രി സമയത്ത് കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ വരുന്നു അബൂജഹല്. ഓ അബൂ സുഫ്വാൻ. ആരാണ് അബൂ സുഫ്വാൻ? ഉമയ്യത്തിനെ വിളിക്കുകയാണ്. ഉമയ്യത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഉമയ്യത്തെ, ആരാ നിന്റെ കൂടെ? ഉമയ്യത്ത് പറഞ്ഞു, മദീനയിൽ നിന്ന് വന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. ഓഹോ, കാണുന്നില്ലേ എന്റെ കൂടെ ആരാ ഉള്ളത്? കാണുന്നില്ലേ? സഅദാണ് എന്റെ കൂടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അബൂജഹൽ പറയാണ്, അല്ല, ആരാ കൂടെ ഉള്ളത്? സഅദ് ബിൻ മുആദോ? മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളോ? ഓഹോ, എന്താണ് നീ വിചാരിച്ചത്? അബൂജഹല്
വളരെ ഗൗരവകരമായ രൂപത്തില് ഉമയ്യത്തിനോട് പറഞ്ഞു, ഉമയ്യത്തെ കാണുന്നില്ലേ സഅദ് യാതൊരു പേടിയുമില്ലാതെ തവാഫ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ കൂടെ എങ്ങാനും സഅദ് ഇല്ലായിരുന്നുവെങ്കിൽ സഅദിന്റെ തല ഞാൻ വെട്ടിക്കളയുമായിരുന്നു. ജീവനോടെ മദീനയിലേക്ക് സഅദ് തിരിച്ചു പോവുകയില്ലായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ ഉമയ്യത്തിന് തീരെ പിടിച്ചില്ല. എന്താ നിങ്ങൾ പറഞ്ഞ? ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല. പക്ഷേ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ ഇത് പറയുന്നത് കേട്ടപ്പോ അബൂജഹലിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുപോലെ മദീനയിലേക്ക് വരുന്ന സമയത്തും ഞങ്ങൾ കണ്ടോളാം. പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഭീഷണിപ്പെടുത്തണ്ട. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു ഉറക്കെ ഒന്ന് സംസാരിച്ചപ്പോ ഈ ഉമയ്യത്ത് വന്നിട്ട് പറയാണത്രേ സഅദിനോട് റളിയല്ലാഹു അൻഹു, ഏയ് ശബ്ദമുയർത്തി പറയാൻ പാടില്ല, അത് നമ്മളുടെ നേതാവാണ്, അബുൽ ഹക്കമാണ്. നിങ്ങൾ നോക്ക്, അബൂജഹലിന് അവർക്കിടയിലുള്ള വില. അബൂജഹല് തവാഫ് ചെയ്യുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, സഅദേ നീ ഉമയ്യത്തിന്റെ കൂടെയുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്, ജീവനോടെ നീ തിരിച്ചു പോകൂലായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തീരെ പിടിച്ചില്ല. അബൂജഹലിനോട് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മദീനയിലേക്കും ഇതുപോലെ വന്നാൽ നമ്മളും കാണിച്ചു തരാം. അപ്പൊ ഉമയ്യത്ത് വന്നിട്ട് പറഞ്ഞു, ഓ സഅദേ ഒച്ചത്തിൽ സംസാരിക്കരുത്, അത് നമ്മളുടെ നേതാവാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് പറയുന്നത്, ഉമയ്യത്തെ അബൂജഹല് മരണപ്പെടുമെന്ന് ഞാൻ ഹബീബായ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂജഹൽ കൊല്ലപ്പെടുമെന്ന് ഹബീബായ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമയ്യത്തെ ഉമയ്യത്ത് ചോദിച്ചു, അല്ല എവിടെ വെച്ചാണ് സഅദ്? മക്കയിൽ വെച്ചാണോ? അപ്പൊ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയൂല. സുബ്ഹാനല്ലാഹ്. ഈ വിവരം ഉമയ്യത്ത് ചെന്നിട്ട് അബൂജഹലിനോട് പറയാണ്, അബൂജഹലേ നീ വധിക്കപ്പെടുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടത്രേ, അതൊരിക്കലും സത്യമാവാതിരിക്കാൻ ചാൻസ് ഇല്ല. അബൂജഹൽ ചോദിച്ചു, എവിടെ? മക്കയിൽ വെച്ചാണോ? ഏയ് അതൊന്നും അറിയൂല എന്നാണ് സഅദ് എന്നോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കേട്ടപ്പോ അബൂജഹലിന് ആകപ്പാടെ പേടിയായി. ഉമയ്യത്തിന് അതിനേക്കാളും കൂടുതൽ പേടി. ഇല്ല, മക്കയിൽ നിന്ന് ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സംഘത്തിന്റെ കൂടെ ഞാൻ വരൂല. ഉമയ്യത്തിന്റെ പ്രഖ്യാപനമാണ്. അവസാനം അബൂജഹൽ പറഞ്ഞു, ഏയ് പറ്റൂല, എന്തായാലും കൂടെ പോരണം, എന്തായാലും കൂടെ പോരണം, വിടൂല, മക്കയിൽ നിൽക്കാൻ സമ്മതിക്കൂല. സുബ്ഹാനല്ലാഹ്. എന്നാൽ അതേ ഉമയ്യത്ത് പറഞ്ഞു, എന്നാ ഞാൻ വരാം, നിങ്ങളുടെ കൂടെ ബദറിലേക്ക് ഞാൻ വരൂല, ഒരു ധൈര്യത്തിന് വേണ്ടി പകുതി വരെ വരാം. അബൂജഹൽ പറഞ്ഞു, പറ്റൂല, ഫുള്ള് കൂടെ വരണോ? സുബ്ഹാനല്ലാഹ്. പേടിയാണ്. എന്ത് പേടിയാണെന്നറിയോ? ഉള്ളത് സംഭവിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അബൂജഹലിനും പേടിയൊക്കെ ഉണ്ടെങ്കിലും അനുയായികളുടെ മുന്നിൽ പേടി കാണിക്കാൻ പറ്റൂലല്ലോ. ധൈര്യം സംഭവിച്ചവനെ പോലെ അതാ വലിയ യുദ്ധത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി അവർ മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുകയാണ്. മുഅ്മിനീങ്ങളെ,
വിശാലമായ ചരിത്രമാണല്ലോ. ഉമയ്യത്തും കൂടെയുണ്ട്, അബൂലഹബും കൂടെയുണ്ട്. രണ്ടുപേരും ബദർ യുദ്ധത്തിൽ വെച്ച് മുസ്ലിമീങ്ങളാൽ വധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പേടി വെറുതെ ഒന്നുമല്ല ഉണ്ടായത്. എന്താണ് അവരുടെ യാത്ര പുറപ്പെടുന്ന സമയത്തുള്ള സജ്ജീകരണങ്ങളെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്. 950ഓളം പടയാളികളുണ്ട്, 600 പടയങ്കികളുണ്ട്, 200 കുതിരകളുണ്ട്, 700 ഒട്ടകങ്ങളുണ്ട്. നല്ല സർവായുധ വിഭൂഷരായി അവര് മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുകയാണ്. കൂടാതെ അവരെ ആഹ്ലാദിപ്പിക്കുന്നതിന് വേണ്ടി കുറെ ഗായികമാരും കുറെ ദഫ് മുട്ടുന്ന ആളുകളും അതുപോലെ അവരുടെ കൂടെയുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ക്ഷീണിക്കുമ്പോ പാട്ട് പാടാൻ ആളുകള്, ഭക്ഷിക്കാൻ ഒരുപാട് ഒട്ടകങ്ങള്, യാത്ര ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള കുതിരകള്, 950ഓളം ആളുകള്, സുബ്ഹാനല്ലാഹ്, 600 പടയങ്കികള്, അങ്ങനെ തുടങ്ങി എല്ലാം ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന സമയത്ത് അവരറുക്കുന്ന ഒട്ടകത്തിന്റെ എണ്ണം 9ഓ 10ഓ ഒട്ടകങ്ങളെ അറുക്കും. എന്നിട്ട് തിന്നെ അടിച്ചു മാറുകയാണ്. മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുകയാണ്. വഴിയിലെത്തുമ്പോ 10 ഒട്ടകത്തെ പിടിച്ചറക്കും. എന്നിട്ട് നന്നായി ഷാപ്പിടും, നന്നായി ഫുഡൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ളവരായി അവര് ബദറിലേക്ക് പുറപ്പെടുകയാണ്. മുസ്ലിമീങ്ങളെ കഥ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേ ഖുറൈശികളുടെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് 10 ഒട്ടകത്തെയാണ് അറുത്തത്. ഹബീബായ തങ്ങളുടെ പിതൃവ്യൻ പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മുത്തായ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അന്ന് ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു അബൂ സുഫിയാൻ. അങ്ങനെ തന്നെയാണല്ലോ. അന്ന് ശത്രുപക്ഷത്തുള്ള പലരും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പറയട്ടെ, ഭാഗ്യം കിട്ടിയവരെല്ലാം വന്നിട്ടുണ്ട്, ഭാഗ്യമില്ലാത്തവര് ചത്തുപോയിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബദാ 10 ഒട്ടകത്തെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് 10 ഒട്ടകത്തെയാണ് അറുത്തത്. അങ്ങനെ ഓരോരുത്തരും ഒട്ടകത്തെ അറുക്കന്നെ, തിന്നെ, അടിച്ചു മാറനെ. സുബ്ഹാനല്ലാഹ്. അതേ ഖുറൈശികളുടെ പതാക വഹിച്ചതാരാണ്? നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അബൂ അസീസ് ഇബ്നു ഉമൈർ എന്നവരാണ്. ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹ, സ്വാഹിബ് ഇബ്നു യസീദ് എന്നിവരാണ് ഖുറൈശികളുടെ പതാകവാഹകരായി മുന്നിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ആരാണ് യുദ്ധത്തിന്റെ യുദ്ധത്തലവൻ? അത് അബൂജഹൽ. അത് അബൂജഹൽ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. യുദ്ധത്തിന്റെ സംഘത്തലവൻ അത് അബൂജഹലാണ്. കൂടെ ആരുണ്ട്? ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, ഉമയ്യത്തുണ്ട്, ശബാബ് ഇബ്നു അബ്ദുൽ മുത്തലിബുണ്ട്, സംഅത്ത് ഇബ്നു അസ്വദുണ്ട്, സുഹൈൽ ഇബ്നു അംറുണ്ട്. അങ്ങനെ മക്കയിലെ പ്രമുഖന്മാരായ എല്ലാ ഖുറൈശി നേതാക്കന്മാരും വളരെ സർവായുധ വിഭൂഷരായി അവരതാ ബദറിലേക്ക് ആഹ്ലാദപൂർവം പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ ആരുമുണ്ട് എന്നറിയോ? ഒരു വേഷപ്രച്ഛന്നനായി ഒരാളും കൂടെയുണ്ട്. അതാരാ? മദനിയം കുടുംബങ്ങളെ, നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കയിൽ നിന്ന് ഖുറൈശികൾ പുറപ്പെടുന്ന സമയത്ത് ഖുറൈശികളുടെ കൂടെ ഒരു വേഷപ്രച്ഛന്നനായി വേഷം മാറിയിട്ടൊരാൾ കൂടെയുണ്ട്. ആരാണത്?
സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിലാണ് അയാൾ ഉള്ളത്. അത് ആരാന്ന് പറയാൻ പറ്റുമോ? ആരാ പറയാ? സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തില് ബദറിൽ ശത്രുക്കളെ ബദറിലേക്ക് പുറപ്പെടുമ്പോ ശത്രുക്കളുടെ കൂടെ കൂടിയ ഒരാളുണ്ട്. അയാൾ വേഷം മാറിയതാണ്. അയാളെ ശരിയായ രൂപം അതല്ല. സുറാഖത്ത് ബിൻ മാലിക്കിനെ പോലെ വേഷപ്രച്ഛന്നനായ അതുപോലെ രൂപം പ്രാപിച്ച് ഒരാൾ കൂടെ കൂടി. ആരാണ്? സാക്ഷാൽ ഇബ്ലീസ്. അറിയാം, മദനിയ കുടുംബങ്ങൾക്ക് അറിയാം. മാഷാ അല്ലാഹ്, ഉഷാറുണ്ട്, അൽഹംദുലില്ലാഹ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവനും ഈ ഖുറൈശികളെ കൂടെ കൂടി സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തില് നല്ല ഉഷാറായിട്ട് ഞാനുണ്ട്. ശത്രുക്കൾ കാണുമ്പോ കാണുന്നത് സുറാഖത്ത് ബിൻ മാലിക്കിനെയാണ്, പക്ഷെ ആള് ഇബ്ലീസാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് അവരുടെ കൂടെ കൂടുകയാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഈ വിവരങ്ങളൊക്കെ അബൂ സുഫിയാനെ ആളുകൾ എത്തിച്ചു കൊടുത്ത് പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളി, നമ്മൾ ബദറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അബൂ സുഫിയാൻ എന്ത് ചെയ്തെന്നറിയോ? അബൂ സുഫിയാൻ വേറൊരു വഴിയിലൂടെ മദീനയിലെ വേറൊരു വഴിയിലൂടെ മക്കയിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, അബൂ സുഫിയാനെ ഈ അബൂ സുഫിയാന്റെ സന്ദേശം ലഭിച്ചപ്പോൾ അബൂജഹൽ എന്ത് ചെയ്തു? തന്റെ തനിനിർ അബൂ സുഫിയാൻ പറഞ്ഞു. മക്കയിലേക്ക് എത്തി അബൂ സുഫിയാൻ. മക്കയിലേക്ക് അബൂ സുഫിയാൻ എത്തിയപ്പോ അബൂ സുഫിയാൻ ഉടനെ അബൂജഹൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു. എന്താണ് എഴുത്ത്? ഇനി യുദ്ധത്തിന് പോകേണ്ടതില്ല, ഞാന് വളരെ സേഫായി മക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ തിരിച്ചു വരണം. അപ്പൊ ഈ അബൂജഹല് ഓഹോ, അതിനൊന്നും അവനെ കിട്ടില്ല. അവന്റെ കിബറ്, അവന്റെ അഹങ്കാരം. അവൻ പറഞ്ഞേ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല, ധൈര്യസമേതം പോവാണ്. ഇനി എന്തായാലും യുദ്ധം ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ, യുദ്ധം ചെയ്തതിന്റെ ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ, ഇനി വഴിയിൽ നിന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, അവരതാ ബദറിൽ ഇനി ബദറിലെത്താതെ മടങ്ങൂല. അവിടെ 3 ദിവസം ഞങ്ങൾ താമസിക്കും, ബദറിൽ 3 ദിവസം ഞങ്ങൾ ഉണ്ടാകും. അതേ, മൃഗങ്ങളെ അറുത്തുകൊണ്ട് ഞങ്ങൾ ഭക്ഷിക്കും, മാത്രവുമല്ല കള്ളു കുടിക്കും, ഗായികമാര് പാട്ടുപാടും, അതുകൊണ്ട് മടങ്ങുന്ന പ്രശ്നമില്ല. ഞങ്ങളെ കണ്ടാല് അറബികൾ പേടിച്ചു പോകും. മദീനയിലെ ജനങ്ങളെ, അതേ മുഹമ്മദ് നബിയുടെ അനുയായികള് നമ്മളെ കണ്ടാൽ പേടിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് മടങ്ങുന്ന പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, അബൂജഹലിന്റെ ധിക്കാരമായ വാക്കുകൾ കേട്ടപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് വഞ്ചനയാണ്, വഞ്ചനയും ദുർലക്ഷണവുമാണ് ഒരു മനുഷ്യനെ നീചനാക്കുന്നത്. ഇത് എന്തായാലും ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അഹങ്കാരമുണ്ടാകാൻ പാടില്ല. അബൂ സുഫിയാൻ തുറന്നടിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞാൽ മക്കയിലേക്ക് തിരിച്ചു വന്നാ പോരെ, പിന്നെന്തിനാണ് അഹങ്കാരം? എന്തിനാണ്? സുബ്ഹാനല്ലാഹ്, പറയട്ടെ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതാ ബദറിലേക്ക് പുറപ്പെടുകയാണ്. നമ്മള് മക്കയിലെ ഖുറൈശികൾ ബദറിലേക്ക് പുറപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി മുസ്ലിമീങ്ങളുടെ പുറപ്പാട്, അത് പറയാതിരിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്,
മദീനയിൽ നിന്ന് സ്വഹാബത്ത് പുറപ്പെടുന്നത് എങ്ങനെയാ? ഓ മദനിയം കുടുംബങ്ങളെ, എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നന്നായി ശ്രദ്ധിക്കണേ. ഇസ്ലാമിക ലോകത്ത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിലാണ്. ആ ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിൽ തന്നെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ നോമ്പെടുക്കുന്നത് എങ്ങനെയാ അല്ലേ? നമ്മളൊക്കെ ചെറിയ പ്രായത്തില് നോമ്പെടുത്ത് പരിശീലിച്ച് അങ്ങനെ നോമ്പെടുക്കുന്നവരാണ്. നമുക്കതുകൊണ്ട് നോമ്പിന്റെ ഒരു പ്രയാസം അറിയുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് തീരെ നോമ്പെടുക്കാത്ത ഒരാളോട് ഒരു ദിവസം നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രയാസം എത്രയായിരിക്കും? അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ മക്കളെ കൊണ്ട് നോമ്പെടുത്ത് പരിശീലിപ്പിക്കണമെന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ നോമ്പെടുത്ത് പരിശീലിപ്പിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല. അതേ സമയത്ത് ഹിജ്റ 2ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമായത്. ആ നോമ്പ് നിർബന്ധമായ അതേ വർഷത്തിൽ തന്നെയാണ് ബദർ യുദ്ധവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബദർ രണാങ്കളത്തിലേക്ക് വരുന്ന സ്വഹാബ, ആ സ്വഹാബ നോമ്പെടുത്തവരാണ്. ശത്രുക്കൾ കഴിക്കും പോലെ അതെ ഓരോ ദിവസവും 9ഉം 10ഉം ഒട്ടകങ്ങളെ അറുത്തു കഴിക്കാൻ അവരുടെ കയ്യിൽ ഒട്ടകങ്ങളില്ല. വിശക്കുന്ന വയറാണ്. രാവിലെ അല്പം വെള്ളം കൊണ്ട് കാരക്ക കൊണ്ട് നോമ്പ് നോറ്റ് വൈകുന്നേരമാകുമ്പോ ഈത്തപ്പഴവും അതുപോലെ വെള്ളവും കൊണ്ട് നോമ്പ് തുറന്ന് അതേ നോമ്പ് നോറ്റ ക്ഷീണിച്ച സ്വഹാബത്താണ്. 16 ദിവസം നോമ്പെടുത്തവരാണ്. 17ാമത്തെ ദിവസം ബദറിലേക്ക് അവരെത്തുമ്പോ 16ാമത്തെ ദിവസം ഇന്നത്തെ വൈകുന്നേരത്തോടുകൂടെ ആ മഹാന്മാരായ സ്വഹാബത്ത് ബദറിലേക്ക് എത്തിയിട്ടുണ്ട്. അവര് ബദറിലേക്ക് വരുമ്പോ നോമ്പ് നോറ്റ ക്ഷീണിച്ച വയറാണ്. സുബ്ഹാനല്ലാഹ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന്റെ കൂടെയുള്ളത് അങ്കുലി പരിമിതമായ ആളുകളാണ്. 313 അതിൽ കൂടുതലോ വരുന്ന, അതേ 360 362 വരുന്ന ഒരു സംഘമാണ് ബദരീങ്ങളുടെ കൂട്ടത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അവരുടെ 3 ഇരട്ടി കൂടുതലാണല്ലോ ശത്രുക്കളുള്ളത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് നല്ല ആവേശത്തിലാണ്. നോമ്പ് നോറ്റ് ക്ഷീണിച്ചവരാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമരം ചെയ്യാൻ പോവുകയാണല്ലോ. ആ ആവേശത്തിലാണ് സ്വഹാബത്തുള്ളത്. സുബ്ഹാനല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഫറാഹ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഖുറൈശികളായ ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ബദറിലേക്ക് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഹബീബായ തങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടെ കൂടുതൽ വാളുകളുണ്ടോ? ഇല്ല. പരിചകളുണ്ടോ? ഇല്ല. കുതിരകളുണ്ടോ? ഇല്ല. ഒട്ടകങ്ങളുണ്ടോ? ഇല്ല. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 3 സ്വഹാബത്തും ഒരു ഒട്ടകത്തിന്റെ പിന്നിലാണ്. ഹബീബായ തങ്ങള് ഒട്ടകത്തിന്റെ മുകളിലിരിക്കും. എന്നിട്ട് മറ്റു 2 സ്വഹാബാക്കൾ നടക്കും. പിന്നീട് ഊഴമാകുമ്പോ മറ്റൊരു സ്വഹാബി ഒട്ടകത്തിന്റെ മുകളിൽ പിടിച്ചിരുത്തും. എന്നിട്ട് ഹബീബായ തങ്ങൾ നടക്കും. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിലാണ്. അതേ അവിടുന്ന്
അവിടുന്ന് താഴെ ഇറങ്ങേണ്ട ഊഴമായപ്പോ, അവിടുന്ന് താഴെ ഇറങ്ങാനുള്ള സമയമായപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ താഴേക്ക് ഇറങ്ങേണ്ടതില്ല, ഞങ്ങൾ നടന്നോളാം നബിയേ, തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ തന്നെ ഇരുന്നോളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പറ്റൂല സ്വഹാബ, എനിക്കും അതേ കൂലി കിട്ടണ്ടേ, നടന്ന കൂലി എനിക്കും കിട്ടണ്ടേ സ്വഹാബ, അതുകൊണ്ട് നിങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറണമെന്ന് പറയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണല്ലേ നമ്മുടെ നേതാവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾക്ക് ഉറപ്പായി മക്കയിൽ നിന്ന് ഖുറൈശികൾ വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, സിദ്ദീഖ് തങ്ങളെ വിളിക്കുകയാണ്, ഉമർ തങ്ങളെ വിളിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ റബ്ബ് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരൂല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, നിങ്ങളും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇവിടെ ഇരിക്കും എന്ന് ഇസ്രായേൽക്കാരെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ, നബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾ തങ്ങളോട് പറയൂല. അങ്ങനെ എന്ത്? മഹാനായ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായമായ ഇസ്രായേലര് മൂസാ നബിയോട് പറഞ്ഞതുപോലെ, നബിയേ, ഞങ്ങൾ തങ്ങളോട് പറയൂല, ഞങ്ങൾ തങ്ങളുടെ കൂടെയുണ്ട്. എന്താണ്? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഓ നബിയേ, നിങ്ങൾ അല്ലാഹുവേ യുദ്ധത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കോളൂ, ഞങ്ങൾ തങ്ങളുടെ കൂടെയുണ്ട് തങ്ങളെ. അല്ലാഹുവാണ് സത്യം. എത്യോപ്യയിൽ ചെന്നിട്ട് യുദ്ധം ചെയ്യാനാണ് തങ്ങൾ ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. ആർപ്പ് ഇരമ്പി വരുന്ന ഒരു കടലിലേക്ക് നിങ്ങൾ ഞങ്ങളോട് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ആ കടലിലേക്ക് എടുത്തു ചാടും നബിയേ. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ മറുപടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ആശ്വാസമായി പോയി. അങ്ങനെയാണല്ലോ, ഒരു പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു ഉറച്ച ശബ്ദമുണ്ടായാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ധൈര്യം അത് വല്ലാത്ത ധൈര്യമാണ്. കൊറോണ രോഗം ബാധിച്ച് പേടിയോടുകൂടെ കഴിയുമ്പോ പേടിക്കേണ്ടതില്ല എന്ന് പറയേണ്ട ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ധൈര്യം അത് വല്ലാത്ത ധൈര്യമല്ലേ? മനുഷ്യനിക്ക് എപ്പോഴും വേണ്ടത് നല്ല ധൈര്യമാണ്. പേടിച്ചു നിൽക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ പേടിക്കുകയല്ല വേണ്ടത്. രോഗം കാരണമായി എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോ നമ്മൾ പേടിപ്പെടുത്തുകയല്ല വേണ്ടത്, നമ്മൾ ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, പേടിക്കണ്ട നബിയേ, ഞങ്ങൾ കൂടെയുണ്ട് നബിയേ. ഹബീബായ തങ്ങളുടെ മുഖം പ്രകാശിച്ചുവത്രേ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ
അത്രമാത്രം ധൈര്യമാണ് ഹബീബായ തങ്ങൾക്ക്, എത്രമാത്രം വലിയ ധൈര്യമാണ് സ്വഹാബത്ത് നൽകിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പുറപ്പെടുകയാണ്. ധൈര്യം സംഭരിച്ച് പുറപ്പെടുകയാണ്. ആ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം അതേ ആരായിരുന്നോ അൻസ്വാരികളുടെ പതാകവാഹകൻ ആരായിരുന്നു എന്നറിയുമോ? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവാണ്. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ തങ്ങളെ വിശ്വസിച്ചു നബിയേ, വാസ്തവമാക്കി നബിയേ, അതുകൊണ്ട് ഞാൻ എൻ്റെ കരാറ് പൂർത്തിയാക്കും നബിയേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. തങ്ങൾ ഞങ്ങളെയും കൊണ്ട് കടലിൽ മുങ്ങിയാൽ കൂടെ ഞങ്ങളുണ്ടാകും നബിയേ. ഞങ്ങളിൽ നിന്ന് ഒരാള് പോലും പിന്തിരിഞ്ഞു ഓടുകയില്ല. ഞങ്ങൾക്ക് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ യാതൊരു മടിയുമില്ല നബിയേ, ഞങ്ങൾ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടപ്പോ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രസന്നത തന്നെ. സുബ്ഹാനല്ലാഹ്. ഓ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബത്തെ പുറപ്പെടൂ, സ്വഹാബത്തെ സന്തോഷിക്കൂ, സ്വഹാബത്തെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ ബദറിലേക്ക് പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ബദറിലേക്കുള്ള യാത്രക്കിടയിൽ റൗഹാ എന്ന സ്ഥലത്തെത്തിയപ്പോ ഒരു കിണറുണ്ട്. സജ് എന്നാണ് ആ കിണറിന്റെ പേര്. ആ കിണറിന്റെ അടുത്ത് ഹബീബായ തങ്ങൾ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ വച്ച് മഹാനായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഓ സ്വഹാബാ, നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം. മദീനയുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മദീനയിൽ നിന്ന് 1 മൈൽ അപ്പുറമുള്ള സ്ഥലമാണ് അത്. അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂലേ അതാ ആളുകളെ എണ്ണം നോക്കുകയാണ്. എത്ര ആളുകളുണ്ട്? അല്ലാഹുവിന്റെ റസൂല് എണ്ണം ക്ലിപ്തമാക്കി കൃത്യമായി ഇത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അയോഗ്യരായ ചില ആളുകളെ അല്ലാഹുവിന്റെ റസൂല് ഒഴിവാക്കുകയാണ്. യുദ്ധത്തിന് പറ്റാത്ത ചില ആളുണ്ട്. അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ യുദ്ധത്തിന് പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ പോയിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരെയും സഫാക്കി നിർത്തിയിട്ട് ഓരോരുത്തരെയും പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് പറ്റുന്നവര്, ആരാണ് പറ്റാത്തവര്? ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, റാഫി ഇബ്നു ഹുദൈദ് റളിയല്ലാഹു അൻഹു, ബറാഅത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചയച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ട്. യുദ്ധത്തിന് എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് അറിയാം ആർക്ക് യുദ്ധത്തിന് കഴിയും, ആർക്ക് യുദ്ധത്തിന് കഴിയൂല. അതിൽ ഈ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല, നിങ്ങൾ തിരിച്ചു പോകണം. കാരണം അവർ യുദ്ധം ചെയ്യാൻ അയോഗ്യനാണ്. അവരുടെ ആവേശം കൊണ്ട് അവർ യുദ്ധത്തിലേക്ക് വന്നതാണ്. പക്ഷേ അവർ യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമുള്ളവരല്ല. അല്ലാഹുവിന്റെ റസൂൽ അവരെ തിരിച്ചയച്ചു. അപ്പൊ അക്കൂട്ടത്തില് 16 വയസ്സുള്ള ഉമൈർ ഇബ്നു അബി വഖാസ്
ആ പൊന്നുമോനെ അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചേക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതെ, ഉമൈറിന്റെ മറ്റൊരു സഹോദരനാണ് സഅദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ചെറിയ പ്രായക്കാരാണ്. നമ്മളുടെ അടുക്കലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ അനുജനായ ഉമൈറദ മെല്ലെ മുന്നോട്ട് വരുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താ സഹോദരാ? സുബ്ഹാനല്ലാഹ്. ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അതേ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമൈറിനോട് ചോദിക്കുന്നു, അനുജ എന്തേ പിന്നിലേക്ക് വരുന്നത്? എന്താണ് ഒരു ഒളിച്ചുകളി കളിക്കുന്നത്? മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ സഹോദരാ, എന്നെ റസൂലുള്ള കണ്ടാൽ തിരിച്ചയക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. എനിക്ക് ഭയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചു കളിക്കുന്നത്. ഇല്ല ഇല്ല, എനിക്ക് യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് വേണ്ടി ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന 16 വയസ്സുകാരന് അതേ സമ്മതം നൽകുകയാണ്. ആ യുദ്ധത്തിൽ, അതേ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ആ 16 വയസ്സുള്ള ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതേ അംർ ഇബ്നു അബ്ദുൽ വുദ്ദിന്റെ കരങ്ങളാൽ ധീര രക്തസാക്ഷിയായി. 14 സ്വഹാബത്ത് ബദർ യുദ്ധത്തിൽ വഫാത്തായപ്പോ അതിലൊരു സ്വഹാബിയാണ് ഉമൈർ ഇബ്നു സദേ ഉമൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഉമൈർ ഇബ്നു അബീ വഖാസ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹ്. പിന്നെയും യുദ്ധത്തിന്റെ സംഘം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴതാ കുറെ ദൂരമെത്തിയപ്പോ ഒരു വൃദ്ധനായ ഒരു സ്വഹാബിയെ യുദ്ധമുഖത്ത് കാണുകയാണ്, യുദ്ധസംഘത്തിൽ കാണുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇതാരാണ്? സുബ്ഹാനല്ലാഹ്. അതേ, ആ വൃദ്ധനായ ആളോട് ഒരു വൃദ്ധനായ ഒരു അറബിയെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അയാളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ ആരാണെന്നൊക്കെ പറയാം. ഞാൻ ആരാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ആദ്യം പറയണം. സുബ്ഹാനല്ലാഹ്. മുത്തു റസൂലുള്ള പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും, എന്നിട്ടാവാം മറ്റു ചോദ്യങ്ങൾ. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കല്ല വേണ്ടേ, ഞാൻ നിങ്ങളോട് ചോദ്യം, നിങ്ങൾ ആരാണ്? അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം, നിങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനാ ചോദിച്ചത്, അതുകൊണ്ട് മറുപടി നിങ്ങൾ ആദ്യം പറയണം. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞങ്ങളും പറയാം. സുബ്ഹാനല്ലാഹ്. വൃദ്ധൻ ചോദിച്ചു, അതെ അങ്ങനെയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ. അപ്പോഴാണ് ഈ വൃദ്ധൻ പറയുന്നത്, മുഹമ്മദും സംഘവും പുറപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്. ഇന്ന സ്ഥലത്ത് അവരെത്തിയിട്ടുണ്ട്. അതും എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ അവരിപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്. ഖുറൈശികള് കിട്ടിയ ഇന്ന ദിവസമാണ് അവിടുന്ന് പുറപ്പെട്ടത്. അവർ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നെല്ലാം ഈ വൃദ്ധൻ കൃത്യമായി കാര്യങ്ങള് ഹബീബായ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
റമദാൻ 16 അന്ന് ഒരു വ്യാഴാഴ്ച ദിവസം മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണേ. റമദാൻ 16 അന്ന് ഒരു 16 വ്യാഴാഴ്ച ദിവസം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ബദറിനടുത്തെത്തി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ശത്രുക്കളെ കുറിച്ച് അറിയാൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളെ കുറിച്ചും അറിയുകയാണ്. അല്ലാഹ് 2 കുട്ടികളെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അവരോട് ചോദിച്ചു, മക്കളെ എവിടെയാണ് ഉള്ളത്? എവിടെയാണ് ശത്രുക്കൾ ഉള്ളത്? എല്ലാം ആ കുട്ടികൾ പറഞ്ഞു കൊടുത്തു. ഇന്നാലിന്ന സ്ഥലത്ത് അവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടികൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഓരോന്നും. അല്ലാഹ് ആ ചരൽ കുന്നിനപ്പുറത്ത് ഖുറൈശികളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ എത്ര ആളുണ്ട്? അപ്പൊ ആ കുട്ടി കറക്റ്റ് കണക്ക് പറഞ്ഞു. അവര് 950ഓളം ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്രയാണ് അവരുടെ യാത്രന്റെ കോലെന്താണ്? ആ കുട്ടികൾ ഉള്ളതുപോലെ പറഞ്ഞ് അവര് യാത്രക്കിടയിൽ ഓരോ ദിവസവും 9ഉം 10ഉം ആ ഒട്ടകങ്ങളെ അറുക്കുന്നവരായിരുന്നു. അങ്ങനെയാണ് അവർ ഇങ്ങോട്ട് പുറപ്പെട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എല്ലാം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മക്കയിദാ അതിന്റെ കരളിന്റെ കഷ്ണം തന്നെ നമ്മിലേക്ക് അയച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മക്കളോട് ചോദിച്ചു, മക്കളെ ആരൊക്കെയാണ് ശത്രുക്കളുടെ ഭാഗത്തുള്ളത്? ഈ കുട്ടികൾ എണ്ണാൻ തുടങ്ങി. അബൂജഹലുണ്ട്, ഉമയ്യത്തുണ്ട്, സുബ്ഹാനല്ലാഹ്, അബൂലഹബുണ്ട്, അതേ ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, ആമിറുണ്ട്. മക്കയിലെ എല്ലാ പ്രമുഖന്മാരായ ആളുകളുടെ പേരുകൾ ഈ കുട്ടികൾ വരിവരിയായി എണ്ണാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ മക്കയിദാ അതിന്റെ കരളിന്റെ കഷ്ണത്തെ തന്നെ അതാ ബദറിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തൊരു വർത്തമാനമാണല്ലേ. സുബ്ഹാനല്ലാഹ്. മദീനയിൽ നിന്ന് മക്കയിലുള്ള വഴിയില് ഫഖീത്ത് ദുൽഹുലൈഫ, ദാത്തുൽ ജൈശ്, തുർബാൻ, മലത്ത്, അഖീഖുൽ ഹമാം, ശനൂഖ, ദഫ്റാൻ വഴിയാണ് സ്വഹാബത്ത് ബദറിലെത്തിയത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ വഴി പോലും അതേ മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതേ ബദറിലെത്തിയതിന് ശേഷം യുദ്ധം നടക്കുകയാണ്. യുദ്ധം നാളെയാണല്ലോ നടന്നത്, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് യുദ്ധത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ പറയാം. പാടേണ്ട പാട്ടുകളെല്ലാം നാളെ പാടാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ മദദും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ബദറിൽ സ്വഹാബത്ത് എത്തുകയാണ്, ശത്രുക്കളും ബദറിൽ എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിന്റെ കഥകള് നമുക്ക് നാളെ പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹ് കബൂലാക്കട്ടെ. സുഖമില്ലാതെ കിടക്കുന്ന എല്ലാവർക്കും അല്ലാഹ് നീ ശിഫ കൊടുക്കണേ റഹ്മാനേ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആജിലായ ശിഫ നീ നൽകണേ അല്ലാഹ്.